ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറുപയർ ദോശ തയ്യാറാക്കാം. ഈ ഒരു ദോശ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അരച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യാതെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ദോശ കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ചെറുപയർ ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊരു 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ഏകദേശം 4 മണിക്കൂർ കഴിയുമ്പോൾ ചെറുപയർ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. നമുക്കിനി ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1-2 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, എരിവുള്ള ഒരു പച്ചമുളക്, കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തു വയ്ക്കാം, പാകത്തിനുള്ള ഉപ്പ്, വെള്ളം, ചോറ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്തിട്ടുള്ള ചെറുപയർ ചേർക്കാം. ചെറുപയറിൻ്റെ മെഷർ ചെയ്യുമ്പോഴായിട്ട് ഇതിനൊരു മെഷറിംഗ് കപ്പ് വേണമെന്നില്ല. ഏത് കപ്പിലാണോ ചെറുപയർ എടുക്കുന്നത് ആ സെയിം കപ്പ് തന്നെ ആയിരിക്കണം വെള്ളത്തിൻ്റെ അളവ് മെഷർ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവുള്ള ഒരു പച്ചമുളക് ചേർക്കാം. 1-2 പച്ചമുളക് ചേർക്കാം. ഇതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ഈ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പച്ചരി ചെറുപയർ കുതിർത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കുതിർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് വരെ മാക്സിമം ചേർക്കാം. ഇനി ഒരു ദോശയുടെ കളർ ഒന്ന് എൻഹാൻസ് ചെയ്യാനും അതുപോലെ നല്ലൊരു ഹെൽത്തി ദോശ ആക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് 2 തണ്ട് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ ഒരു ബാറ്റർ അരച്ചെടുക്കും. ബാറ്റർ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കേണ്ട. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ദോശയുടെ കൺസിസ്റ്റൻസി ആയോ എന്ന് നോക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കാം. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തരിതരിപ്പോട് കൂടിയും അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. കറക്റ്റ് ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇപ്പോൾ ദോശയ്ക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡിയാണ്. നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ചെറുപയർ ദോശ അല്ലെങ്കിൽ പെസരട്ട് ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ ലാഡൽ ബാറ്ററായിട്ട് ഒഴിച്ച് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ നിറച്ചും ഹോൾസ് വരുന്നൊരു ദോശയാണ്. സാധാരണ നമ്മൾ മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അതേപോലെയാണ് ഈ ഒരു ദോശയും പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. ദോശ നന്നായിട്ട് ക്രിസ്പി ആവുന്നതിനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഫോൾഡ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയാണ്. വളരെ ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും നമുക്കൊന്ന് ചുട്ടെടുക്കാം. സാധാരണ ദോശ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മളിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഓരോ ലാഡൽ ബാറ്ററും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒത്തിരി കൂടി പോകരുത്, അതുപോലെ ഒത്തിരി കുറഞ്ഞു പോകരുത്. ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നമുക്കിത് ശരിക്കും പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ഒത്തിരി ഫ്ലെയിം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോശ നമുക്ക് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ദോശ നമുക്ക് തിരിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു രീതിയിൽ ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാം. വളരെ ക്രിസ്പിയും ഹെൽത്തിയുമായൊരു ദോശയാണ്.
സാധാരണ ദോശയുടെ സൈഡ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ഒന്നുകിൽ സാമ്പാർ, അല്ലെങ്കിൽ ചട്നി, രസം, അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.